തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉടലെടുത്ത കട്ടപ്പന കോൺഗ്രസിലെ ചേരിപ്പോരും ഗ്രൂപ്പ് വഴക്കും അവസാനിക്കുന്നില്ല. കട്ടപ്പന നഗരസഭയിലേക്ക് മത്സരിച്ച AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്ത്യയെ തോൽപ്പിച്ചതാണെന്ന പ്രസ്താവനയുമായി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രശാന്ത് രാജു. സംസ്ഥാനമെങ്ങും UDF തരംഗമടിച്ചപ്പോൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ പുറകോട്ട് പോവുകയാണ് ചെയ്തതെന്നും പ്രശാന്ത് രാജു കുറ്റപ്പെടുത്തി. കട്ടപ്പനയിലേക്ക് വന്നപ്പോൾ യൂത്ത് കോൺഗ്രസിനെ കൈകാര്യം ചെയ്യുന്ന ലെവലിലേക്ക് പോയി. ഒരു ചെറുപ്പക്കാർക്ക് പോലും അവസരം കിട്ടിയില്ല. INTUC, കർഷക കോൺഗ്രസ്, പോഷക സംഘടനകൾക്കൊന്നും തന്നെ അവസരം ലഭിച്ചില്ല. യഥാർത്ഥത്തിൽ പോഷക സംഘടനയിലുള്ള വളർന്നു വരുന്ന ആളുകളെ കൂടി വളർത്തിയെടുത്താൽ മാത്രമല്ലേ പിന്നീട് ഒരു തലമുറ മാറ്റത്തിലേക്ക് കടന്നു പോകാൻ പറ്റുകയുള്ളൂ. ഇവിടെ അത് ഉണ്ടായില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായി. അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആ വോട്ടിംഗ് പാറ്റേൺ കണ്ടാൽ അറിയാം. അദ്ദേഹത്തെ പരാജയപ്പെടുത്തി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ജനങ്ങൾക്ക് ബോധ്യം വരുന്നത്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ഇത്രയേറെ വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യൻ ഉണ്ടോ എന്ന് നമ്മൾ പുനഃപരിശോധിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ഒരു കാട്ടിൽ രണ്ട് സിംഹം വേണ്ടെന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാർട്ടിയിൽ ആർക്കെങ്കിലും ഇതിനെ സംബന്ധിച്ച് പങ്കുണ്ടോ എന്ന് പുനഃപരിശോധിക്കണം. ഏതായാലും ഈ വിഷയങ്ങളെല്ലാം കണക്കെടുത്തുകൊണ്ട് ഞങ്ങൾ KPCCക്ക് അദ്ദേഹത്തിന്റെ പരാതിയെ സംബന്ധിച്ച് പഠിക്കുന്നതിന് പരാതി നൽകിയിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കട്ടപ്പനയിൽ നിന്നും ഷിനു ഫിലിപ്പ് ചേരുന്നു. ഷിനു, എന്താണ് കൂടുതൽ വിവരങ്ങൾ? കട്ടപ്പന മുനിസിപ്പാലിറ്റി അഡ്വക്കേറ്റ് EM അഗസ്ത്യയുടെ പരാജയം സ്വന്തം വാർഡിൽ അദ്ദേഹം തോറ്റതല്ലെന്നും അദ്ദേഹത്തെ തോൽപ്പിച്ചതാണെന്നും വെളിപ്പെടുത്താൻ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. കട്ടപ്പന കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ പ്രശാന്ത് രാജു ഒരു കാട്ടിൽ രണ്ട് സിംഹം വേണ്ട എന്ന നിലപാട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ തിരുത്തി മുമ്പോട്ട് പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പുകളില്ല എന്ന് ആവർത്തിച്ച് UDF കൺവീനർ ശ്രീ ജോയ് വെട്ടിക്കുഴി വ്യക്തമാക്കുമ്പോഴും കോൺഗ്രസിനുള്ള പടലപ്പടക്കങ്ങളും ഗ്രൂപ്പ് തർക്കങ്ങളും മറനീക്കി പുറത്തു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയിൽ കോൺഗ്രസിന് 23 അംഗങ്ങൾ ഉണ്ടായിരുന്നത് ഈ പ്രാവശ്യം ഭരണം നിലനിർത്തെങ്കിലും അത് 20 അംഗങ്ങളായി കുറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പിഴച്ചു എന്നും സ്ഥാനാർത്ഥികൾ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും പുതുമുഖങ്ങൾക്കും യുവജനങ്ങൾക്കും വേണ്ടത്ര പ്രാതിനിധ്യം നൽകിയില്ല എന്നും പ്രസാദ് രാജ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇടുക്കി DCC യൂത്ത് കോൺഗ്രസ് മതിയായ പ്രാതിനിധ്യം നൽകിയപ്പോൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്നവർ തന്നെ വീണ്ടും വാർഡ് മാറി മത്സരിച്ച അവസ്ഥയാണ് കാണുവാൻ സാധിച്ചത്. ഇതിനെ ജനങ്ങൾ പരാജയപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പ്രശ്നങ്ങൾക്കെതിരെ KPCCക്ക് പരാതിയുമായി മുമ്പോട്ട് പോകുന്നു അദ്ദേഹം പറഞ്ഞു. നിയമസഭാ ഇലക്ഷൻ പടിവാതിൽക്ക് സമയത്താണ് കോൺഗ്രസിനുള്ളിലെ ഈ ഗ്രൂപ്പ് വഴക്ക് മറന്നേക്ക് പുറത്തു വരുന്നത്.